ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് കറിയാണ്. ഞാനൊരു 1 കിലോ ബീഫാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് അതിനൊന്ന് മാരിനേറ്റ് ചെയ്യാം. ആദ്യം നമുക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിക്കാം. ഒരു 2.5 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, രണ്ടര സ്പൂൺ മുളക് പൊടി, ഒരു 2 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 2.5 സ്പൂൺ ഗരം മസാല. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ്. ഇതെല്ലാം ഇട്ട് നല്ലോണം ആദ്യം നമുക്ക് ഇതിനെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. മിനിമം ഒരു 15 മിനിറ്റെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെച്ചാലേ ഈ മസാല മൊത്തം ഈ ബീഫിൽ പിടിക്കുകയുള്ളൂ. അതിനായിട്ട് നമുക്കൊരു 15 മിനിറ്റ് ഇതിനെ മാരിനേറ്റ് ചെയ്ത് റെസ്റ്റ് ചെയ്ത് വയ്ക്കണം. 15 മിനിറ്റ് വെച്ചതിന് ശേഷം അടുത്ത് നമുക്ക് കുറച്ച് ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടെ ഇതിലിട്ട് മിക്സ് ചെയ്യണം. അതിനായിട്ട് ഞാൻ കുറച്ച് ചെറിയ ഉള്ളി ക്ലീൻ ചെയ്ത് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചോപ്പ് ചെയ്ത ചെറിയ ഉള്ളിയും ഒരു 4 പച്ചമുളകുമായിട്ട് നല്ലോണം നമുക്കിതിനെ ഒന്ന് മിക്സ് ചെയ്യണം. എന്നിട്ടും ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. അതിനുശേഷം ഒരു കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് കുക്കറിൽ ഒരു 4 വിസിൽ, ചെറിയ തീയിൽ 4 വിസിൽ കേൾക്കണ വരെ നമുക്കിത് കുക്കറിൽ വെക്കണം. ഇത് കുക്കറിൽ ഇരിക്കുന്ന സമയം കൊണ്ട് നമുക്ക് ബീഫിന് ആവശ്യമുള്ള മസാല ഉണ്ടാക്കാം. അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ, അതിൽ കുറച്ച് കടുകും ഒരു വറ്റൽമുളകും ഇട്ട് അതൊന്ന് പൊട്ടണത് വരെ ഇരിക്കുക. അതിൽ നമുക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഓൾറെഡി നമ്മൾ മറ്റതിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇത് ആ മസാലയ്ക്ക് വേണ്ടി കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് അതിൻ്റെ ഒരു പച്ച മണം മാറുന്നത് വരെ അതിനൊന്ന് ജസ്റ്റ് സോട്ട് ചെയ്തതിന് ശേഷം ഞാനൊരു 4 സവാളയാണ് എടുത്തിരിക്കുന്നത്. 4 സവാളയും കൂടെ ഇട്ട് നല്ലോണം ഒന്ന് സോട്ടാക്കണം. സവാളയെല്ലാം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ വരണത് വരെ സോട്ടാക്കണം. നല്ലോണം ഒന്ന് വരട്ടി സോട്ടാക്കിയതിന് ശേഷം കുറച്ച് തക്കാളി ചോപ്പ് ചെയ്ത് ഇടുന്നുണ്ട് ഞാൻ. അതും ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം ഞാനൊരു തക്കാളി പേസ്റ്റ് അടിച്ചിട്ടുന്നുണ്ട്. പേസ്റ്റ് അടിച്ചിടുന്നത് എന്തെന്ന് വെച്ചാൽ ഗ്രേവി ഒരു തിക്നെസ് കിട്ടാൻ വേണ്ടി മാത്രമാണ്. എന്നിട്ട് നമുക്ക് അതിൽ ആവശ്യമായിട്ടുള്ള മസാല ഇടാം. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് പെരിഞ്ജീരക പൊടിയും, കുറച്ച് മല്ലിപ്പൊടിയും, ആവശ്യത്തിന് കുറച്ച് ഗരം മസാലയും കൂടെ ഇട്ട് ഒന്ന് നല്ലോണം വരട്ടണം. ആ പച്ച മണം മാറണ വരെ വരട്ടിയതിന് ശേഷം ബീഫ് തുറന്ന് അതിൻ്റെ സ്റ്റോക്ക് വാട്ടർ നമുക്കിതിൽ കൂടെ ഒഴിച്ച് ഒന്ന് തിളപ്പിക്കണം. കാരണം ബീഫിൻ്റെ വെള്ളത്തിൽ ഇത് നല്ലോണം ഒന്ന് തിളയുമ്പോൾ നമ്മൾ ബീഫിൻ്റെ ആ ഫ്ലേവർ മൊത്തം ആ ഗ്രേവിയിൽ വരും. നല്ലോണം ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഈ ബീഫ് ഇട്ട് കൊടുക്കാം. ബീഫ് ഇട്ട് ഒന്ന് നല്ലോണം ഇളക്കണം. ഇളക്കി ഒരു മിനിമം ഒരു 10-15 മിനിറ്റ്. ബീഫ് ഓൾറെഡി അവിടെ കുക്കായതാണ് എങ്കിലും ആ ഗ്രേവിയിൽ കിടന്ന് കുക്കാവുമ്പോൾ അതിൻ്റെ ഫ്ലേവർ മൊത്തം ഇതിലോട്ട് പിടിക്കണം.
നല്ലോണം ഒരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ചൂടോടെ സെർവ് ചെയ്യാം. നമ്മുടെ ബീഫ് കറി റെഡി. അപ്പോൾ താങ്ക് യു ഗായ്സ്. ഈ വീഡിയോയുമായി അടുത്ത ദിവസം വരുന്നവരെ ബൈ.